അമേരിക്ക താൻ കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന മട്ടിലാണ്. അമേരിക്ക തന്നെ യുദ്ധം തുടങ്ങുന്നു, ഇസ്രായേലിന് പ്രേരണയുണ്ടായിരുന്നു, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അമേരിക്കയ്ക്ക് ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. നാശനഷ്ടങ്ങളുണ്ടായി, പക്ഷെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് എടുക്കാനും സാധിച്ചില്ല. യുദ്ധത്തിനൊക്കെ വളരെ മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിച്ചു നിർത്തിയതിൽ ഇറാൻ്റെ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഇറാന് പിന്നിൽ അദൃശ്യ ശക്തിയായി അൺസങ് ഹീറോസായി പ്രവർത്തിച്ച ചൈനയുടെയും റഷ്യയുടെയും റോൾ നമ്മൾ ഭാവിയിൽ യുദ്ധത്തിൻ്റെ അനാലിസിസൊക്കെ പിന്നീട് വരും. അപ്പോൾ ഏറെ സംസാരിക്കാൻ പോകുന്നത് നിശബ്ദമായി നിന്നുകൊണ്ട് ഇറാനെ പിന്തുണച്ച റഷ്യയും ചൈനയും ആയിരിക്കും. അപ്പം ട്രംപിന് ശക്തമായ വാർണിംഗ് ആണ് വ്ളാഡിമിർ പുടിൻ നൽകിയത്. ഭീഷണി പ്രയോഗം ഓക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയില്ലേ. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് ഒപ്പം ചേരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ റഷ്യ ചൈന നിലപാട് എന്താണ് ഇറാൻ വിഷയത്തിൽ എന്നത് സംബന്ധിച്ച് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനും അംഗീകരിച്ച രണ്ടാമത്തെ വെടിനിർത്തൽ കരാറിന് പിന്നിൽ ചൈനയുടെ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. മറ്റൊരു കാര്യം, ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് അതിനിർണായകമായ ഒരു നീക്കം നടന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച നിർണായക പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതോടെ പരാജയപ്പെട്ടിരുന്നു. ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായി നീക്കം നടത്താനുള്ള ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയായിരുന്നല്ലോ ഇത്. അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഇത്തരത്തിലുള്ള പടപ്പുറപ്പാടുകളും ട്രംപിനെ മാറി ചിന്തിപ്പിക്കാൻ, അതായത് വെടിനിർത്തലിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇത് ചോദിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇറാനിൽ നേരിട്ടിടപെടാതെ ചൈന സ്വന്തം രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കി എന്ന ഒരു വശം കൂടി ഇതിനുണ്ട്. അത് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാം. എല്ലാ കഥകളിലും എല്ലാ നാടകങ്ങളിലും ചില അൺസങ് ഹീറോസ് ഉണ്ട്. പാടി പുകഴ്ത്തപ്പെടുന്ന നായക സങ്കല്പമല്ല, തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില അദൃശ്യ കരങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതഗന്ധിയായി പ്രവർത്തിക്കാൻ സാധ്യത. ഇവിടെ ഈ യുദ്ധം ആത്യന്തികമായി അവസാനിക്കുന്നു എങ്കിലെന്ന് എനിക്ക് പറയാൻ പറ്റൂ. യുദ്ധം അവസാനിക്കുന്ന സൂചനകളാണ് കാണുന്നത്, പക്ഷെ അവസാനിച്ചിട്ടില്ല. താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. ആത്യന്തികമായി അവസാനിക്കുന്നു എങ്കിൽ അത് റഷ്യയുടെയും ചൈനയുടെയും നിരന്തരമായ ശ്രമങ്ങളുടെ ഒടുവിലാണ്. എങ്ങനെയാണ് റഷ്യയും ചൈനയും ഇതിൽ ഇടപെട്ടത് എന്ന് നോക്കാം. നേരിട്ട് ഇടപെട്ടിട്ടില്ല, അതെല്ലാവർക്കും അറിയാം. പരസ്യമായി ചൈനയോ റഷ്യയോ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ ആദ്യം മുതൽ തന്നെ ഇറാന് എല്ലാവിധ സൗകര്യങ്ങളും സഹകരണങ്ങളും സാറ്റലൈറ്റ് ബാക്കപ്പും നൽകി റഷ്യയും ചൈനയും ഒപ്പമുണ്ടായിരുന്നു. ഒപ്പമുണ്ട് എന്ന് പ്രതീതി ജനിപ്പിച്ചിട്ടില്ല, പക്ഷെ ഉണ്ടായിരുന്നു. അത് വാസ്തവമാണ്. എന്നാൽ സമയാസമയങ്ങളിൽ നയതന്ത്ര നീക്കം ഒരു വശത്ത് പൊടിപിടിക്കുമ്പോൾ റഷ്യയും ചൈനയും നിരന്തരമായ കൂടിയാലോചനകളിലായിരുന്നു. അറബി രാജ്യങ്ങളുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ചൈനയും അറബി രാജ്യങ്ങളുമായി സംസാരിച്ചു. കാരണം അറബി ലോകത്തിന് അവരുടെ എണ്ണ വിൽക്കണമെങ്കിൽ ചൈനയാണ് വലിയ തോതിൽ എണ്ണ വാങ്ങുന്നത്. ഇറാനിൽ നിന്ന് മാത്രമല്ല വാങ്ങുന്നത്, സൗദി അറേബ്യയിൽ നിന്നും വാങ്ങും, UAE-യിൽ നിന്നും വാങ്ങും, വാതകവും വാങ്ങും, എല്ലാം വാങ്ങും. അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരണമെങ്കിൽ റഷ്യൻ എണ്ണ മാത്രം പോരാ, ഗൾഫ് ഓയിൽ, അത് ഇറാനിൽ നിന്നുള്ള ഓയിലും അറബി GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിലും ആവശ്യമാണ്. അതുകൊണ്ട് നിരന്തരമായി ഒരു സാമ്പത്തികമായ ഒരു അന്തർധാരയുണ്ട്. അത് മാത്രമല്ല, മുൻകാലങ്ങളിലും ഇറാനും സൗദിയും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അത് പരിഹരിക്കാൻ മുന്നോട്ട് വന്നത് ചൈനയാണ്. അമേരിക്കയ്ക്ക് പോലും അവിടെ കടന്നു വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചൈന വരുമ്പോൾ അത് ഇറാന് സ്വീകാര്യം, സൗദി അറേബ്യയ്ക്കും സ്വീകാര്യം. അതുകൊണ്ട് ചൈന നിരന്തരമായ കാര്യങ്ങൾ വീക്ഷിച്ചു വരികയായിരുന്നു, ഗൾഫ് രാജ്യങ്ങളുമായി സംസാരിച്ചു വരികയായിരുന്നു റഷ്യയും. അതാണ് ഒന്ന്. രണ്ട്, ഐക്യരാഷ്ട്ര സംഘടനയിൽ ആത്യന്തികമായി വിഷയമെത്തി. 40 ദിവസം യുദ്ധം കഴിഞ്ഞപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഈ യുദ്ധം, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്നേ പറ്റൂ, അതിലേക്ക് കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും തങ്ങൾക്ക് അവകാശമുണ്ട്. അത് മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസ് ഇടപെടണം എന്ന രീതിയിൽ ഒരു പ്രമേയമുണ്ടായി.
അമേരിക്ക അനുവദിക്കില്ലല്ലോ യുണൈറ്റഡ് നേഷൻസിനെ ഒരു കാര്യത്തിൽ ഇടപെടാൻ. പിന്നെ തങ്ങൾ എന്തിനനുവദിക്കണം എന്നാണ് റഷ്യയും ചൈനയും ഇപ്പോൾ ചോദിക്കുന്നത്. അത് ന്യായമല്ലേ? ട്രംപ് അന്റോണിയോ ഗുട്ടറസ് എന്ന UN സെക്രട്ടറി ജനറൽ എന്തെങ്കിലും വില കൊടുത്തിട്ടുണ്ടോ? നിരന്തരമായി ഈ UN ഭത്സിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഡൊണാൾഡ് ട്രംപ്. UN ഒരു ബാധ്യതയാണ്, എന്തിന് നെയ്റ്റോ പോലും ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞ ട്രംപ് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു പ്രമേയം വരുമ്പോൾ കൃത്യമായി റഷ്യയും ചൈനയും തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചു. നമുക്കറിയാമല്ലോ 15 രാജ്യങ്ങളാണ് UN സെക്യൂരിറ്റി കൗൺസിലുള്ളത്. അതിൽ 9 രാജ്യങ്ങൾ പിന്തുണയുണ്ടെങ്കിൽ ഒരു പ്രമേയം പാസ്സാകും എന്നതുകൊണ്ട് മാത്രം അഡോപ്റ്റ് ചെയ്യപ്പെടില്ല. അതിൽ മെജോറിറ്റി എന്നേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായി ഈ പ്രമേയത്തിന് ബലമുണ്ടാകണമെങ്കിൽ, ഒരു തീരുമാനം സെക്യൂരിറ്റി കൗൺസിലിൽ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ പെർമനൻ്റ് അംഗങ്ങളുടെയും 5 പെർമനൻ്റ് രാജ്യങ്ങളാണ് അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. 5 രാജ്യങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യം തിരിഞ്ഞു നിന്നാൽ ആ പ്രമേയത്തിന് ആത്യന്തികമായി വിജയിക്കാനാവില്ല. ചൈന വീറ്റോ ചെയ്തു, റഷ്യ വീറ്റോ ചെയ്തു, ബഹ്റൈനാണ് പ്രമേയം കൊണ്ടുവന്നത്. അത് ഹോർമോസ് തുറക്കണമെന്ന് മാത്രമാണ്. യുദ്ധം അവസാനിപ്പിക്കണം, ഹോർമോസ് തുറക്കണം. അതുകൊണ്ട് ഇറാനെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. ഹോർമോസ് ഇവരൊക്കെ പറയുന്നത് കേട്ട് ഹോർമോസ് തുറന്നാൽ ഇറാന് പിന്നെ എന്താണ് പിടിവള്ളി? ഇറാന് വിലപേശണമെങ്കിൽ, ലോകത്തോടും ഗൾഫ് രാജ്യങ്ങളോടും അമേരിക്കയോടും വിലപേശണമെങ്കിൽ ഹോർമോസിന് മേൽ തങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകണമല്ലോ. അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ വിൽ ബിക്കം എ സിറ്റിംഗ് ഡക്ക്. അത് പാടില്ലല്ലോ. അതുകൊണ്ട് ഇറാനെ ആത്യന്തികമായി സഹായിക്കുന്ന ഒരു നിലപാടാണ് റഷ്യയും ചൈനയും കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. അപ്പോൾ ഇത് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയത്. കാരണം യുദ്ധം അനന്തമായി നീളുമെന്ന പ്രതീതിയാണ്. അപ്പോൾ അവിടെ ട്രംപ് അപകടം മണത്തു, ഡൊണാൾഡ് ട്രംപ് അപകടം മണത്തു. അത് മാത്രമല്ല, വ്ളാഡിമിർ പുടിൻ്റെ ഒരു ശക്തമായ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റിന് നേരെയുള്ള പ്രസ്താവനയാണ്. തോന്നുന്നത് പോലെ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതരുത്. ഇതങ്ങനെ ഒരു ലോകമല്ല. ഏകപക്ഷീയത തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. റഷ്യ നേരിട്ട് യുദ്ധത്തിലൊന്നും വരില്ലായിരിക്കാം. ഇറാനിൽ വലിയ തോതിൽ ആയുധങ്ങളൊന്നും എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ സൈന്യങ്ങളെ തന്നെ ഇറാനിലേക്ക് അയച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും റഷ്യ തയ്യാറാവില്ല. പക്ഷേ റഷ്യ ആത്യന്തികമായി ഒരു പരിധി ഭേദിച്ചാൽ റഷ്യ രംഗത്ത് വരും. നയതന്ത്ര തലത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ റഷ്യയും ചൈനയും ചേർത്ത് പിടിച്ചെങ്കിലേ പറ്റൂ. നോക്കൂ, മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുൻപ്, ജോ ബൈഡന് മുൻപുണ്ടായിരുന്ന ഒബാമ ഒരു കരാറിൽ ഏർപ്പെട്ടല്ലോ ഇറാനുമായി. ആണവ കരാർ തന്നെയാണ്. ആ സമയത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ മാത്രമല്ല കരാർ, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ ഈ രാജ്യങ്ങളും കൂടി പങ്കാളികളായ സമഗ്രമായ P5+1, അതായത് ഇറാൻ ആണ് +1. ഇറാനുമായി അമേരിക്ക കരാർ ഏർപ്പെടുന്നു എന്നതിലല്ല, മറിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ആ കരാർ മുന്നോട്ട് പോയത്. അതിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി പോകുമ്പോൾ റഷ്യക്കും ചൈനയ്ക്കും ചില കാര്യങ്ങളിൽ കണക്ക് തീർക്കലുകളുണ്ട്. ഇപ്പോഴിതാ അമേരിക്കയ്ക്ക് ആവശ്യമായി വന്നിരിക്കുന്നു, മുഖം നഷ്ടപ്പെടാതിരിക്കാൻ പിന്മാറ്റം ആവശ്യമായി വന്നിരിക്കുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കണമെങ്കിൽ തങ്ങളെ കൂടെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചൈനയും റഷ്യയും വഹിച്ച പങ്കിനെ ഒട്ടും കുറച്ച് കാണാനാവില്ല. പ്രകടമായി നോക്കുമ്പോൾ ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യം ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലുമില്ല. പക്ഷേ ഇറാൻ എന്ന് പറയുമ്പോൾ അത് റഷ്യയും ചൈനയും തന്നെയാണ് ഇറാൻ്റെ പിന്നിൽ. ഇറാനെ ഇപ്പോൾ സംയമനം പാലിക്കാൻ പ്രേരിപ്പിച്ചതും മറ്റാരുമല്ല. കാരണം സർവനാശം ഉണ്ടാകുമെന്ന് ട്രംപ് പറയുമ്പോൾ സർവനാശം ഉണ്ടാകുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രമായിരിക്കണം. ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും നഷ്ടപ്പെട്ടാൽ ഇറാൻ റീബിൽഡിംഗ് വളരെ ബുദ്ധിമുട്ടാവും. ഈ കാര്യം ഉറപ്പായി ഇറാൻ്റെ നേതൃത്വത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് തങ്ങൾ ഏറ്റവും ഉറപ്പായി ചർച്ചകളൊന്നും ഏകപക്ഷീയമായി നടക്കില്ല. ഇറാൻ ഇവ ചർച്ചകൾക്ക് വേണ്ടി വരുന്നത് ആരാണ്? അമേരിക്ക ഒരു പക്ഷത്തും ഇറാൻ മറുപക്ഷത്തുമായി ചർച്ച നടക്കുന്നു പാകിസ്ഥാൻ വെച്ച്. അമേരിക്ക പറയുന്നതിനപ്പുറത്തേക്കൊന്നും പാകിസ്ഥാന് പോകാനാവില്ല. അതുകൊണ്ട് അത്ര നിഷ്പക്ഷ രാജ്യവുമല്ല പാകിസ്ഥാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ വിശ്വസിക്കാനാവില്ല. പക്ഷേ പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ ഓരോ നിമിഷവും ചൈനീസ് ഇൻപുട്ട് ഉണ്ടാവും. പാകിസ്ഥാനെ ആത്യന്തികമായി ടെറിട്ടോറിയൽ അല്ലെങ്കിൽ പോലും ആത്യന്തികമായി നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വഴിക്ക് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് മാത്രമല്ല കഴിയുന്നത്, ചൈനയ്ക്കും കഴിയും. അപ്പോൾ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു കരാറിലെത്തുക? നേരിട്ട് രംഗത്ത് വരില്ല. പക്ഷെ പാകിസ്ഥാൻ വെച്ച് നടക്കുന്ന സമാധാന ചർച്ചയിൽ ചൈനയ്ക്ക് പങ്കാളിത്തം ഉണ്ടാവും, അദൃശ്യമായ പങ്കാളിത്തം ഉണ്ടാവും. കാരണം എല്ലാ രാജ്യങ്ങളുടെയും ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുകയാണ്.
റഷ്യക്കും ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഈ യുദ്ധം കൊണ്ട് ഏറ്റവും നേട്ടമുണ്ടാക്കിയത് പലരും പറയുന്നു റഷ്യയാണ്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ്? റഷ്യക്കെതിരെ ഉപരോധമുണ്ടായിരുന്നു, പിൻവലിക്കപ്പെട്ടില്ലേ? എണ്ണ ഉപരോധം പിൻവലിക്കപ്പെട്ടില്ലേ? ലോകം എണ്ണ കിട്ടാതെ, ക്രൂഡ് ഓയിൽ കിട്ടാതെ വലഞ്ഞപ്പോൾ റഷ്യൻ കപ്പലുകൾ ലോകത്തിൻ്റെ പല കടലുകളിലായി, പല ഇടങ്ങളിലായി നങ്കൂരമിട്ടിരുന്ന റഷ്യൻ കപ്പലുകൾ സഞ്ചരിക്കട്ടെ, പോർട്ടുകളിലേക്ക് എത്തട്ടെ, എണ്ണ വിൽക്കട്ടെ, അങ്ങനെ എണ്ണവില കുറയട്ടെ എന്ന് ട്രംപിന് പറയേണ്ടി വന്നു. റഷ്യയുടെ ട്രംപിന് പറയേണ്ടി വന്നു, നിങ്ങൾ നിങ്ങളുടെ എണ്ണ വിറ്റോളൂ, തങ്ങൾ ഇനി ഉപരോധത്തിന് വരുന്നില്ല. ഉക്രൈൻ യുദ്ധത്തിൽ ഉപരോധത്തിൽ ഉഴലുന്ന റഷ്യക്ക് വലിയൊരു ബ്രീതിങ് സ്പേസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധം അവസാനിക്കാൻ, ഇറാനെതിരെയുള്ള ഉപരോധം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായി റഷ്യക്കെതിരെയുള്ള ഉപരോധവും കുറഞ്ഞു വരും. കുറച്ചു കാലത്തേക്കെല്ലാം എണ്ണയുടെ നീക്കം സുഗമമാകണമെങ്കിൽ റഷ്യൻ ഓയിൽ ഹാസ് ടു റീച്ച് ഇൻ്റർനാഷണൽ ഷോഴ്സ്. അത് ഇന്ത്യയിലേക്കും വരേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യക്കിന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാമല്ലോ. 1 മാസത്തേക്കാണ് ഇളവ് കൊടുത്തതെന്ന് പറയാമെങ്കിലും അത് കഴിഞ്ഞും വീണ്ടും റഷ്യക്ക് നേരെ ഉപരോധം എന്ന കലാപരിപാടിയുമായി അമേരിക്ക ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. കുറച്ചുകൂടി ഇറാൻ കടുപ്പിച്ച് നിർത്തിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. കുറച്ചുകൂടി വിതരണാത്മകമായ ലോകക്രമത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ ഇറാൻ്റെ ഒരു പിടിച്ചു നിൽക്കൽ സഹായകരമായി എന്ന് കാണാം. റഷ്യയും ചൈനയും ഇതിനുള്ള അന്തരീക്ഷം പാർത്തിക്കുക. അതായത് അമേരിക്ക താൻ കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന മട്ടിലാണ്. അമേരിക്ക തന്നെ യുദ്ധം തുടങ്ങുന്നു. ഇസ്രായേലിന് പ്രേരണയുണ്ടായിരുന്നു, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അമേരിക്കയ്ക്ക് ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. നാശനഷ്ടങ്ങളുണ്ടായി, പക്ഷേ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് എടുക്കാനും സാധിച്ചില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. എന്ത് മറുപടി പറയും? യുദ്ധം തങ്ങൾ ജയിച്ചു എന്ന് പറയാൻ സാധിക്കും, തെളിയിക്കാൻ സാധിക്കില്ലല്ലോ. യുദ്ധത്തിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റി പറയാൻ സാധിക്കുമോ? പറയാം. യാഥാർത്ഥ്യം എന്താണ്? അപ്പം അതുകൊണ്ട് യുദ്ധത്തിനൊക്കെ വളരെ മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിച്ചു നിർത്തിയതിൽ ഇറാൻ്റെ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഇറാന് പിന്നിൽ അദൃശ്യ ശക്തിയായി അൺസങ് ഹീറോസായി പ്രവർത്തിച്ച ചൈനയുടെയും റഷ്യയുടെയും റോൾ നമ്മൾ ഭാവിയിൽ യുദ്ധത്തിൻ്റെ അനാലിസിസൊക്കെ പിന്നീട് വരും. അപ്പോൾ ഏറെ സംസാരിക്കാൻ പോകുന്നത് നിശബ്ദമായി നിന്നുകൊണ്ട് ഇറാനെ പിന്തുണച്ച റഷ്യയും ചൈനയുമായിരിക്കും ഈ യുദ്ധത്തിലെ പ്രധാന ഹീറോസ്. ഇതോടൊപ്പം തന്നെ റഷ്യയുടെ ഒരു കാര്യം, ഈ ട്രംപിൻ്റെ ഇറാനെതിരായ ചൊവ്വാഴ്ചത്തെ അന്ത്യശാസനമുണ്ടല്ലോ, അതിനെതിരെ റഷ്യ ശക്തമായ നിലപാടാണ് എടുത്തത്. യുദ്ധം അവസാനിപ്പിക്കാനായി ആരും ഭീഷണിയും അന്ത്യശാസനവും മുഴക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് റഷ്യ കൈക്കൊണ്ടത്. അപ്പോൾ ഈ യുക്രൈനിലെ യുദ്ധത്തിനിടയിലും റഷ്യ ഇറാന് വേണ്ടി പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു എന്ന് ഉറപ്പായല്ലേ? റഷ്യ എക്കാലവും ഒരു ഫാക്ടറായിരുന്നു. ഇപ്പം ട്രംപിന് ശക്തമായ വാർണിംഗ് ആണ് വ്ളാഡിമിർ പുടിൻ നൽകിയത്. നോക്കൂ, ഭീഷണി പ്രയോഗം ഓക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയില്ലേ, അതൊക്കെ കൈ വെച്ചാൽ മതി. താങ്കൾക്കിത് പറയാനേ കഴിയൂ, നടത്തിയെടുക്കാൻ കഴിയില്ല. തങ്ങളും കൂടെ വിചാരിക്കണം. തങ്ങൾ നേരിട്ട് രംഗത്തിറങ്ങില്ല, പക്ഷേ അതിന് സാഹചര്യം ഒരുക്കാൻ തങ്ങൾ കഴിയും. ഇങ്ങനെയൊരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. നോക്കൂ, റഷ്യയുടെ ഒരു റെസിലിയൻസ് നോക്കൂ. ഉക്രൈൻ വിഷയത്തിൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു, പൂർണ്ണമായി കീഴടക്കുക എന്നത് ഒരുപക്ഷെ റഷ്യയുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ സംസ്കാരമുള്ള, റഷ്യൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ഭാഗം തന്നെ ആയിരുന്ന ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യകൾ, അതോടൊപ്പം സപ്രോഷ്യ, ഉക്രൈനിലെ ആണവ നിലയമുള്ള സപ്രോഷ്യ പ്രവിശ്യ, ഖേഴ്സ്റ്റൺ പ്രവിശ്യ, അതോടൊപ്പം തന്നെ അങ്ങനത്തെയൊക്കെയുള്ള ക്രൈമിയ നേരത്തെ തന്നെ ഈ മുൻപ് റഷ്യ ഉക്രൈനെ വിട്ടുകൊടുത്തിരുന്ന ഒരു റഷ്യൻ സ്വാധീന മേഖലയാണ്. ഇതെല്ലാം തിരിച്ചു പിടിക്കുക എന്നത് ആദ്യം മുതൽ തന്നെ പുടിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് നടപ്പാക്കിയെടുത്തത് 2022 ഫെബ്രുവരിയിൽ നടപ്പാക്കാനുള്ള തീരുമാനമുണ്ടായി. ഇത് കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ട പോലെ അല്ല റഷ്യ ചാടിപ്പുറപ്പെട്ടത്. യുദ്ധം ന്യായീകരിക്കാനാവില്ല. ഉക്രൈന് മേൽ റഷ്യ നടത്തിയ യുദ്ധത്തെ ഞാനുൾപ്പെടെ ആരും തന്നെ ന്യായീകരിക്കില്ല. പക്ഷേ ഇതിൻ്റെ രീതിശാസ്ത്രം നോക്കൂ. റഷ്യ കൃത്യമായ പ്ലാനുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ നീണ്ടാലും തങ്ങൾ ഉദ്ദേശിച്ചിടത്ത് പിടിച്ചു കെട്ടാൻ തങ്ങൾക്ക് പറ്റും. ദീർഘമായ യുദ്ധത്തിന് തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് റഷ്യ മുന്നോട്ട് പോയത്. അതുകൊണ്ട് നാടകീയമായ വിജയങ്ങളൊന്നും റഷ്യക്ക് ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ ഉണ്ടായി എന്ന് തോന്നി, പക്ഷേ നാടകീയമായ വിജയങ്ങൾ ഉണ്ടായില്ല. ഇത്രയധികം ഉക്രൈനെ അമേരിക്ക സഹായിച്ചിട്ടും ഉക്രൈനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു.
പക്ഷേ പൂർണ്ണമായി യുക്രൈൻ കീഴടക്കുക എന്ന റഷ്യയുടെ ലക്ഷ്യമല്ലാത്തത് കൊണ്ടും ഒരുപക്ഷെ സെലൻസ്കിയെ വധിക്കാൻ റഷ്യക്ക് ആവില്ല എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തെ വധിക്കാൻ അമേരിക്ക കഴിഞ്ഞതുപോലെ ഉക്രൈൻ പ്രസിഡന്റിനെ തിരഞ്ഞുപിടിച്ച് വധിക്കാൻ റഷ്യക്ക് കഴിയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കഴിയുമായിരുന്നു. ഒരുപക്ഷെ ഇത് റഷ്യ ഉദ്ദേശിച്ച രീതിയിലുള്ള ടെറിട്ടോറിയൽ ഗെയിൻ അത് ആത്യന്തികമായി അമേരിക്കയെ കൊണ്ടുകൂടി അംഗീകരിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് സംബന്ധിച്ചില്ല എത്ര താഴ്മയോടുകൂടി നിന്ന്, വലിയൊരു രാജ്യമാണെന്ന് ഓർക്കണം. പണ്ട് അമേരിക്കൻ റഷ്യയും തമ്മിലായിരുന്നല്ലോ ശീതയുദ്ധം. അതിൻ്റെ ബാക്കിപത്രമായ റഷ്യ ഇപ്പോൾ പറയുന്നു അമേരിക്കൻ മധ്യസ്ഥത, ഉക്രൈൻ വിഷയം പരിഹരിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥത, അതിനുവരെ റഷ്യ വഴങ്ങി. പക്ഷേ റഷ്യക്ക് റഷ്യയുടേതായ പ്രിഫറൻസുകൾ ഉണ്ടായിരുന്നു. അമേരിക്ക പോയി അലാസ്കയിൽ പോയി ചർച്ച നടത്തിയിട്ട് എന്തായി? വെറും കൈയോടെ മടങ്ങി വരേണ്ടി വന്നില്ലേ? പല ആവർത്തി കീവിലും മോസ്കോയിലും പോയിട്ട് എന്തായി? വെറും കൈയോടെ മടങ്ങി വരേണ്ടി വന്നില്ലേ? അമേരിക്കൻ മണ്ണിലേക്കോ ലോകത്തിൻ്റെ പലയിടത്തേക്കോ പുട്ടിന് യാത്രാനുമതി പോലുമില്ല. യുണൈറ്റഡ് നേഷൻസൊക്കെ അദ്ദേഹത്തെ കൊടും ക്രിമിനലായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് നേരിടുന്ന ആളാണ് വ്ളാഡിമിർ പുടിൻ. പക്ഷേ ഈ യുദ്ധത്തിൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയത് റഷ്യയാണ്. റഷ്യയുടെ മേലുള്ള പാപക്കറ ഏറെ മായ്ച്ചു കളയാൻ അമേരിക്ക ഇറാനെ ആക്രമിച്ചത് കാരണമായി. കാരണം എന്തുകൊണ്ടാണ്? റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ഒരു പ്രത്യേക കോസ്റ്റുണ്ട്, ഒരു ടെറിട്ടോറിയൽ, ഒരു സാംസ്കാരികമായ മുഖമെങ്കിലും ഉണ്ട്. പറഞ്ഞു നിൽക്കാൻ പറ്റും, തെറ്റാണ്, പക്ഷേ പറഞ്ഞു നിൽക്കാൻ പറ്റും. ഇറാനെ അമേരിക്ക ആക്രമിച്ചതിന് പിന്നിൽ പറഞ്ഞു നിൽക്കാനുള്ള ഒരു ന്യായവുമില്ല. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് കൂടുതൽ ന്യായമൊന്നും പറയണ്ട, വലിയ ഭീഷണി പ്രയോഗമൊന്നും നടത്തണ്ട. നിങ്ങൾ ആരാണെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തി. ഇത് പറയുന്നത് റഷ്യൻ പ്രസിഡന്റാണ്. മറ്റൊരു ആക്രമണകാരിയായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊരു കാവ്യനീതിയല്ലേ? ഇപ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു അവസ്ഥയിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിനെ റഷ്യ റാഗ് ചെയ്യുകയായിരുന്നു, വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് റഷ്യൻ ഫാക്ടർ ഇനിയുള്ള നാളുകളിൽ ഏറെ സംസാരിക്കപ്പെടും. റഷ്യ ഒരു സൈനിക ശക്തി എന്ന നിലയിലല്ല, മറ്റേതെങ്കിലും ശക്തി എന്ന നിലയിലല്ല, ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ പോലുമല്ല, പക്ഷേ ലോകത്തിൻ്റെ ഒരു ക്രമം, റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ തിരിച്ചു പിടിക്കുന്നതിന് റഷ്യ ഇപ്പോൾ എടുക്കുന്ന ഈ നിലപാട് ഒരുപക്ഷെ സഹായകരമാകും. അതുകൊണ്ട് റഷ്യയുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ, ചൈനയുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ധൈര്യപൂർവ്വം വളരെ റെസിലിയൻസോട് കൂടി പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ ഇറാനും കഴിയില്ലായിരുന്നു. ഇറാൻ കരയുദ്ധമൊന്നും ജയിക്കില്ല, ആരുടെയും പിന്തുണയില്ലെങ്കിലും അമേരിക്ക കരയുദ്ധം ജയിക്കാനാവില്ല ഇറാനിൽ. പക്ഷേ തന്ത്രപരമായ ഒരു ഇൻപുട്ടുകൾ കൊടുക്കാൻ റഷ്യക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും ദ റോൾ ഓഫ് റഷ്യ ഇൻ ദിസ് വാർ വിൽ ബി റിട്ടൺ ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.